بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തുൽ ഇൻഷിഖാഖ് 1 മുതൽ 15 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാഉ, ഇവിടെ അസ്സമാഉ എന്നതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കണം. ശേഷം ഹംസ അതേ പദത്തിൽ തന്നെയായി വന്നതാണ് ഇതിനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. ഇദസ്സമാഉ ഇൻഷഖ്ഖത്, ഇൻഷഖ്ഖത് ഇതിലുള്ള സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻഷഖ്ഖത് ഇതിൽ ഖാഫ് ഉച്ചരിക്കുന്നു. ഇസ്തിഅലാൻ്റെ ഹർഫാണ്, അതിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇദസ്സമാഉ ഇൻഷഖ്ഖത്. അന്ത്യത്തിൽ താ വന്ന പദങ്ങളാണ്. സാക്കിനത്തായ താ ഹംസ് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇൻഷഖ്ഖത് താഇൻ്റെ ഉച്ചാരണം ഇൻഷഖ്ഖത് എന്നുള്ള ശബ്ദം, അത് ശബ്ദം ചലിപ്പിച്ച് ഇൻഷഖ്ഖത് എന്ന് ഹറക്കത്ത് പോലെ ആവരുത്. എന്നാൽ തീരെ കേൾക്കാത്ത വിധത്തിൽ ഇൻഷഖ്ഖത് എന്ന് പറഞ്ഞാലും ശരിയാവുകയില്ല. മറിച്ച് അതിന് ഹംസ്, ഷിദ്ദ എന്നീ 2 സിഫത്തുകൾ വരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസ് എന്നാൽ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൻ്റെ ചലനം അല്ലെങ്കിൽ വായുവിൻ്റെ ചലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജറയാനുൻ നഫസ് ഇൻദ നുത്ഖി ബിൽ ഹർഫ്. അപ്പോൾ ഇൻഷഖ്ഖത് ശ്വാസ ചലനം, ഇൻഷഖ്ഖത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വഅദീനത് അവിടെയൊക്കെ വീണ്ടും താഗ് സാക്കിനത്തായി വരുന്നുണ്ട്. ലിറബ്ബിഹ റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. വഹുഖ്ഖത് ഇവിടെയും ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. വഅദീനത് ലിറബ്ബിഹ വഹുഖ്ഖത്. വഇദൽ അർദു, അൽ അർദു റാഇ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. സുക്കൂനും തൊട്ട് മുമ്പിൽ ഫത്ഹും ഉള്ളതുകൊണ്ട് റാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ദ്വാദ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. മുദ്ദത്, വഇദൽ അർദു മുദ്ദത്. വഅൽഖത് മാ ഫീഹാ വതഖല്ലത് ഇതിലൊക്കെ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഖാഫ്, ഖാ ഇതൊക്കെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവയല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരികയില്ല, എല്ലാം തർക്കീഖിൻ്റേതാണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഅദീനത് ലിറബ്ബിഹാ വഹുഖ്ഖത് ഈ വചനം വീണ്ടും ആവർത്തിച്ചതാണ്. 2ാമത്തെ വചനം തന്നെയാണ്. 5ാമത്തെയും വചനം ആവർത്തിച്ചു വരുന്നു. വഅദീനത് ലിറബ്ബിഹാ വഹുഖ്ഖത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയും ഓർക്കുക. യാ അയ്യുഹ ഇവിടെ അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ വേണ്ടതാണ്. ഇവിടെ മദ് മുൻഫസിൽ ജായിസ് എന്ന നിയമമാണ്. യാ അയ്യുഹൽ ഇൻസാനു ഇതിൽ സാക്കിനത്തായ നൂനും ശേഷം സീനും വന്നു. ഇഖ്ഫ ഹഖീഖി നൽകി നൂനിനെ മണിച്ചുച്ചരിക്കണം. അൽ ഇൻസാനു. ഇന്നക ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ഇന്നക കാദിഹുൻ, ഇന്നക കാദിഹുൻ കാഫ് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക്. കാദിഹുൻ ഈ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഇലാ റബ്ബിക റാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. കദ്ഹൻ ഫമുലാഖീ ആവർത്തിച്ച് കാഫുകൾ വരുന്നുണ്ട്. ഹംസും ഷിദ്ദത്തും എല്ലാം നൽകപ്പെടുന്ന താഗ് പോലെയുള്ള മറ്റൊരക്ഷരമാണ് കാഫ്. إلى ربك كدحا
فملاقيه. كدحا എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂനാണ്. ഈ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. കദ്ഹൻ ആ തൻവീൻ മറച്ചു മണിച്ച് ഇഖ്ഫാ ഹഖീഖി നൽകി ഉച്ചരിക്കേണ്ട തൻവീനാണ്. കദ്ഹൻ ഫമുലാഖീ. ഖാഫ് ഉച്ചരിക്കുമ്പോൾ കുറഞ്ഞ തഫ്ഖീം നൽകുക, കസ്റായതുകൊണ്ട് മുലാഖീ. കദ്ഹൻ ഫമുലാഖീ. فأما من أوتي ഇതിൽ ഷദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ ഊത്തിയ ഇതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. ഹിസാബൻ എന്നതിലെ തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. ഹിസാബൻ യസീറാ. റാ എന്ന് തഫ്ഖീം ചെയ്ത് റാ ഉച്ചരിക്കുക. റാഇൻ്റെ അലിഫിലും തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. فسوف يحاسب حسابا يسيرا وينقلب. ഇവിടെ സക്നത്താനൂനും ശേഷം ഖാഫും വന്നിരിക്കുന്നു. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, കാരണം ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരമായതുകൊണ്ട് ആ നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണം. ഗുന്ന മുഫഖമ നൽകിക്കൊണ്ട് വയൻഖലിബു എന്ന് പറയുക. ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണല്ലോ. വയൻഖലിബു ഇലാ അഹ്ലി. ഇവിടെ ഇലാ എന്നതിലെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അഹ്ലിഹി മസ്റൂറാ. റായികളെ തഫ്ഖീം ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. റായിൻ്റെ അന്ത്യത്തിലുള്ള അലിഫിനും തഫ്ഖീം ഉണ്ടാകും. മസ്റൂറാ. വഅമ്മൻ വീണ്ടും മീം മുശദ്ദദ മണിക്കണം. മൻ ഊതിയ ഇൽഹാർ ഹൽഖി നൽകി സാക്കിനത്തായ നൂനിനെ വെളിവാക്കുക. കിതാബഹു വറാഅ ളഹ്രി. വറാഅ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ളഹ്രി പ്രത്യേകം ശ്രദ്ധിക്കുക. തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. ളഹ്രി വറാഅ ളഹ്രി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വറാ എന്ന അലിഫിലും തഫ്ഖീം ഉണ്ടെന്നും സൂചിപ്പിച്ചു. ശേഷം ഹംസ വരുന്നു. തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അതിനുശേഷം ഇസ്തിഅലാൻ്റെ അക്ഷരമായ വാ, അതിന് തഫ്ഖീം. അപ്പോൾ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്കിടയിൽ ഒരു ഹംസ തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെതായി വരുന്നു. ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. എന്നുള്ള ശബ്ദം ഓ എന്ന് ആയിപ്പോകരുത്. فسوف يدعو ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. യദ്ഉ സുബൂറാ. റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അതിൻ്റെ അലിഫിലും തടിപ്പിക്കൽ വേണം. സുബൂറാ. വയസ്ലാ സഈറാ. വയസ് എന്ന് പറയുമ്പോൾ സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കുക. വയസ്ലോ എന്നായി പോയത് വയസ്ലാ ലാ എന്ന് തർക്കീഖ് ചെയ്യണം. വയസ്ലാ ലാമിനും അലിഫിനും ഒക്കെ തർക്കീഖ്, സ്വാദിന് മാത്രം തഫ്ഖീം തടിപ്പിച്ച് സ്വാദ് ഉച്ചരിക്കുക. വയസ്ലാ സഈറാ. ഇന്നഹു നൂൻ മുശദ്ദദയെ മണിക്കണം. കാന ഫീ അഹ്ലിഹി. ഫീ എന്നതിലെ യായിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഫീ അഹ്ലിഹി മസ്റൂറാ.
മേലെ വന്ന പദം തന്നെയാണ്. മസ്റൂറ. ഇന്നഹു വീണ്ടും നൂൻ മുഷദ്ദദായി മണിക്കുക. വന്ന മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കുക. മുഷദ്ദദ. അല്ലൻ അൻ ലൻ എന്നാണ്. അൻ എന്നതിലെ നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. അല്ലൻ ലൻ യഹൂർ. ഇവിടെ സാക്കിനത്തായ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അല്ലൻ യഹൂർ. യഹൂർ അവിടെ ചിലർ തെറ്റായി യഹൂറ എന്ന അലിഫ് കൊണ്ട് ഓതിപ്പോകും. സൂക്ഷിക്കേണ്ടതാണ്. തൊട്ട് മുമ്പും ശേഷവും ഒക്കെയുള്ള വചനങ്ങൾ അവസാനിക്കുന്നത് അലിഫ് നൽകപ്പെട്ട റായോട് കൂടിയാണ്. ദീർഘം നൽകിക്കൊണ്ട് റായിനെ ഉച്ചരിക്കലാണ്. പക്ഷേ ഇവിടെ സുക്കൂനാണ് റായിന്. യഹൂർ. ബല അവിടെ ചേർത്തോതുമ്പോൾ ബല. ഇന്ന അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. ബല ഇന്ന നൂൻ മുഷദ്ദദ മണിക്കുക. റബ്ബഹു. റബ്ബഹു റായിന് മാത്രം തഫ്ഖീം. റബ്ബഹു കാന ബിഹി ബസീറ. ബസീറ സ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളൊക്കെ പ്രകാരമാണ്. ബസീറ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. إنه كان في أهله مسرورا. إنه ظن أن لن يحور. بلى إن ربه كان به بصيرا.